ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏതാണ്ട് ഒരു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട സ്റ്റാഡ്സൺ കള്ളികാടൻ അച്ഛൻ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയ ഒരു ആർട്ടിക്കിൾ വായിക്കാനായിട്ട് ഇടയായി. ഞാൻ ഇന്നുവരെ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ അച്ഛൻ അതിൽ പറയുന്നുണ്ട്. അത് വായിച്ചതിന് ശേഷം കൂടുതൽ ജപമാലകൾ ചൊല്ലാനായിട്ട് എനിക്കത് പ്രേരണയായി. ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാനതൊന്ന് പങ്കുവയ്ക്കാം. അച്ഛൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ജപമാല പ്രാർത്ഥന ചൊല്ലാൻ എനിക്ക്, അതായത് അച്ഛന്, നല്ല മടിയായിരുന്നു. നീണ്ട ജപങ്ങളും ഏറ്റുചൊല്ലിയുള്ള പ്രാർത്ഥനകളുമെല്ലാം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ 45 മിനിറ്റെങ്കിലും മിനിമം വേണമായിരുന്നു. അത്രയും സമയം കളയുന്നതിന് മനസ്സ് പലപ്പോഴും അനുവദിച്ചിരുന്നില്ല. ഒരിക്കൽ ഞാൻ ഇതേപ്പറ്റി പരിശുദ്ധ അമ്മയോട് പറഞ്ഞു: അമ്മേ, ഞാൻ എന്തിനാണ് ജപമാല ചൊല്ലേണ്ടത്? ഈ ജപമാല ചൊല്ലിയില്ലെങ്കിലും എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ. എൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് അമ്മ ഉത്തരം നൽകിയത് തിരുവചനത്തിലൂടെയാണ്. പഴയ നിയമത്തിലെ ശക്തനായ പ്രവാചകനായിരുന്ന യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 30-ാം തിരുവചനമെടുത്ത് വായിക്കാൻ അമ്മ പറയുന്നത് പോലെ എനിക്ക് തോന്നി. ജപമാല ചൊല്ലുന്നവർക്ക് കിട്ടുന്ന 3 സ്വർഗീയ അനുഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്ന് ആ തിരുവചനത്തിലൂടെ അമ്മ എന്നെ പഠിപ്പിച്ചു. ആത്മാവിന് ശക്തി നൽകുന്ന വചനം. ജപമാല വെറും അധര വ്യായാമമല്ല. ജപമാല പ്രാർത്ഥനകളിൽ നാം പങ്കുവെക്കുന്നതും ഏറ്റുചൊല്ലുന്നതും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. വചനത്തിൻ്റെ ശക്തി നമുക്കറിയാവുന്നതാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളെ ബലപ്പെടുത്തുന്നതുമാണ്. ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ 2 വചനമാണ് ഏറ്റുചൊല്ലുന്നത്. ഏതൊക്കെയാണത്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനവും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം തിരുവചനവും. അങ്ങനെ 2 വചനങ്ങൾ. ഇനി 53 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ 106 തവണ നാം വചനമാണ് ഏറ്റുപറയുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നാം 5 വചനം ഏറ്റുപറയുന്നു. അവ ഏതൊക്കെയാണ്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം തിരുവചനം, വീണ്ടും മത്തായിയുടെ സുവിശേഷം 6:10, മത്തായിയുടെ സുവിശേഷം 6:11, വീണ്ടും 6:12, വീണ്ടും 6:13. ഇങ്ങനെ 5 വചനങ്ങളാണ് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റുപറയുന്നത്. ഒരു ജപമാലയിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന 6 പ്രാവശ്യം ചൊല്ലുന്നുണ്ടല്ലോ. അതിനാൽ 5 വചനങ്ങൾ 6 പ്രാവശ്യം ഏറ്റുപറയുമ്പോൾ 30 വചനം ആയതിനാൽ ഒരു ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ ആകെ 136 വചനങ്ങൾ ഏറ്റുപറയുന്നു. 2000 വർഷം കഴിഞ്ഞിട്ടും നിലനിൽക്കുന്ന വചനത്തിൻ്റെ ശക്തി ഏറ്റുചൊല്ലുമ്പോൾ നാമും ശക്തരാകുന്നു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ പുതിയ ബോധ്യം എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ നമ്മൾ എത്ര വചനങ്ങളാണ് ഏറ്റുചൊല്ലുന്നത്? 136 വചനങ്ങൾ നമ്മൾ ഏറ്റുപറയുന്നു. ഇതെനിക്ക് ഒരു പുതിയ അറിവായിരുന്നു. ഈ ഒരു അറിവ് എനിക്ക് കിട്ടിയതിന് ശേഷം ജപമാല ചൊല്ലാൻ എനിക്കിഷ്ടമാണ്. ബൂസ്റ്റും പാലും വെണ്ണയും ഒക്കെ കഴിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ശക്തി പോലെ ആത്മാവിന് ശക്തി ലഭിക്കുന്ന വചനം ഏറ്റുചൊല്ലുമ്പോൾ ഏതാത്മാവാണ് ശക്തിപ്പെടാത്തത്? അവൻ്റെ വചനം ശക്തമാണെന്നതിൻ്റെ സൂചനയല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? 2500 വർഷത്തിലധികം പഴക്കമുള്ള ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലെ ശക്തമായ വചനം 2025-ലും ശക്തമാവുന്നു. ജപമാല ചൊല്ലുന്നത് വെറുതെയല്ല. ജപമാല ചൊല്ലി ശക്തി നേടാത്തവർ ആരാണുള്ളത്? നമുക്ക് വേണ്ടി കൂടുതൽ സമയം അമ്മ മറിയം സ്വർഗത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ ജപമാല ചൊല്ലണമെന്ന് അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നുണ്ട്. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് എൻ്റെ മകനെ നീ കേട്ടിട്ടില്ലേ? ഇതുപോലെയാണ് ഞാനും. നീ ഈ ജപമാല ചൊല്ലി തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ എനിക്ക് നിന്റെ പ്രാർത്ഥന
സ്വർഗസമക്ഷം എത്തിക്കാതിരിക്കാനാവില്ല. എൻ്റെ പ്രാർത്ഥന എൻ്റെ മകൻ നിരസിക്കില്ല. കാനായിൽ ഞാൻ പറഞ്ഞപ്പോൾ അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ മകൻ എൻ്റെ പ്രാർത്ഥന കേട്ട് നിന്നെ ചിറകടിച്ചുയരാൻ സഹായിക്കും. ഒരുവൻ പോലും നശിക്കാതിരിക്കാൻ ഏകജാതനെ പോലും നൽകിയ പിതാവിനോട് ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥ്യമെടുക്കുന്നത് നീ ജപമാല ചൊല്ലുമ്പോഴാണ്. അതുകൊണ്ട് ഒഴിവു സമയങ്ങളിലെല്ലാം ജപമാല കരങ്ങളിലെടുത്ത് ചൊല്ലണം. ഇങ്ങനെ ചൊല്ലിയതുകൊണ്ടാണ് വിയാനിയച്ഛനെ ഞാൻ ആർട്സിൻ്റെ നക്ഷത്രമാക്കിയത്. ജപമാല ചൊല്ലുന്നവരാരും തളരുകയില്ല. ക്ഷതമേറ്റ കിളിക്ക് മുൻപ് പാടിയതുപോലെ പാടാനാവില്ലെന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാം ഇന്ന് പല രീതിയിൽ തളർന്നു വീഴുന്നുണ്ട്. സ്വയം തളർന്നു പോകുന്നവരും നമ്മളെ തളർത്തുന്നവരും നാട്ടിൽ പെരുകുമ്പോൾ രക്ഷയായി പരിശുദ്ധ അമ്മയുടെ ജപമാല ഉണ്ടെന്നാണ് അമ്മ പഠിപ്പിക്കുന്നത്. ജപമാല ചൊല്ലുമ്പോൾ അമ്മയുടെ മേലങ്കിക്കുള്ളിൽ അഭയം നൽകി നമ്മെ സംരക്ഷിക്കുമെന്നാണ് അമ്മയുടെ എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും അമ്മ വ്യക്തമാക്കുന്നത്. ലോകത്തിനു വേണ്ടിയുള്ള അമ്മയുടെ കരുണാ സന്ദേശത്തിൽ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്: നീ എൻ്റെ മേലങ്കിക്കുള്ളിലല്ലേ? നിന്റെ ആത്മാവ് എത്ര തന്നെ ബലഹീനമാണെങ്കിലും നിരാശയിൽ നിബദിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുകയില്ലേ? എൻ്റെ കുഞ്ഞെ, അതിനാൽ നീ ഭയപ്പെടേണ്ടതില്ലല്ലോ. വെറുതെ ഞാൻ പറയുന്നത് മാത്രം ചെയ്യുക. കുഞ്ഞെ, നീ പ്രാർത്ഥിക്കുക. ജപമാല ഉപേക്ഷിക്കരുത്. ഏറ്റവും പരിശുദ്ധമായ എൻ്റെ ആഭരണമാണത്. നിന്റെ ആത്മാവിലേക്ക് അത് തുളഞ്ഞു കയറാൻ അനുവദിക്കുക.